രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. രാമസീതാ തത്വം എന്തെന്ന് തിരിച്ചറിയാനുള്ള ഒരു വേള നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എന്താണ് രാമതത്വം, എന്താണ് സീതാതത്വം എന്ന് നമുക്ക് നിരീക്ഷിക്കാം. വനത്തിലേക്ക് പുറപ്പെടുന്ന രാമ സീതാ ലക്ഷ്മണന്മാരെക്കുറിച്ച് ആരും ചിന്തിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അവരാരും തന്നെ കേവലം മനുഷ്യന്മാരല്ല, അതിനപ്പുറത്തേക്ക് ഈശ്വരീയതയിൽ എത്തി നിൽക്കുന്ന ആളുകളാണ് എന്ന് തിരിച്ചറിയാൻ ഒരുപക്ഷെ ഈ ഭാഗം നമ്മെ സഹായിക്കും. അതോടൊപ്പം ആ തത്വത്തെ അറിഞ്ഞുകൊണ്ട് ഉപാസിക്കാനുള്ള അവസരവും നമുക്ക് ലഭിക്കും. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ, കോമളഗാത്രിയം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ, ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെ വരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു, താമരസാക്ഷനാമാദിനാരായണൻ, ലക്ഷ്മണനായതനന്ദൻ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായ പരാ. ഇവരുടെ അവതാരമാണ്, പുനർജന്മമാണ് രാമസീതാ ലക്ഷ്മണന്മാർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. മായാഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ, രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു. സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരനാദ്യനജൻ പരമാത്മാവു സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ ദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും, വൈവസ്വതൻ മനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു. വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കിക്കൊടുത്തതീ രാഘവൻ. പാഥോ നിധിമഥനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം, നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ഘൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപൂരുഷനീ രാഘവൻ. നിർഹാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ, ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായോരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരമർച്ചിക്ക കാരണം, എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതിഭക്തനായോരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു. മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനുവിവൻ. ധാത്രീസുരദ്വേഷികളായി ജനിച്ചോരു ധാത്രീപതികുലനാശം വരുത്തുവാൻ, ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രിയിലിപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതാവരനായി പിറന്നീടിനൻ. രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു
ധാത്രീഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിൻ കാരണം മന്ധരയല്ല കൈകേയിയല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാദേവി ജനകജ സൃഷ്ടിസ്ത്രിതിലയകാരിണി തന്നോടും പുഷ്ടമോദം പുറപ്പെട്ടിതിന്നിപ്പോൾ. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളെക്കുറിച്ച് വർണ്ണിച്ച് ഇവയൊക്കെ തന്നെ ഭഗവാന്റെ ലീലാവിലാസങ്ങളാണെന്നും അതിലൊന്നായി അയോധ്യയിൽ രാമൻ പിറവിയെടുത്തതാണെന്നും രാമനോ ലക്ഷ്മണനോ സീതാദേവിയോ ഇവരൊന്നും കേവലം മനുഷ്യന്മാരല്ലെന്നുമുള്ള ഒരു യാഥാർത്ഥ്യം ഭക്തജനങ്ങൾക്ക് മുൻപിൽ കവി അവതരിപ്പിക്കുകയാണ്. ഓരോ അവതാരങ്ങൾക്കും ഓരോ ജീവിത ലക്ഷ്യങ്ങളുണ്ട്. ആ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള രാമൻ്റെ പ്രയാണമാണ് വനത്തിലൂടെയുള്ള യാത്ര എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനുമരുൾ ചെയ്തു. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും. ഇന്നലെ നാരദൻ കൊട്ടാരത്തിൽ വന്ന സമയത്ത് തന്നെ രാമൻ പറഞ്ഞിരുന്നു, ഞാൻ കാട്ടിലേക്ക് പുറപ്പെടാൻ പോവുകയാണ്, അതിനുള്ള സമയമായിരിക്കുന്നു എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ. ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും. ദുഃഖത്തെ ഇല്ലാതാക്കുന്ന മന്ത്രമാണല്ലോ രാമമന്ത്രം. അതുകൊണ്ട് രാമനെക്കുറിച്ച്, രാമൻ്റെ വേർപാടിനെക്കുറിച്ച്, രാമൻ്റെ വനയാത്രയെക്കുറിച്ച് ആർക്കും ഉത്കണ്ഠയൊന്നും വേണ്ട, ആരും ദുഃഖിക്കേണ്ടതില്ല. രാമരാമേതി ജപിച്ചോളൂ ജപിച്ചോളൂ എന്ന് പറയണം. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനും എന്നതു നിർണയം. രാമായണം തരുന്നൊരു വാഗ്ദാനമാണത്. രാമനാമം ജപിക്കുന്നവർക്ക് രാമനിൽ ലയിച്ചു തീരുന്നതോടെ എല്ലാ വ്യഥകളും അകന്ന് മനസ്സ് പരിശുദ്ധമായി ഭവിക്കുന്നു, ദുഃഖത്തിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിയുന്നു. രമിപ്പിക്കുന്ന അവനാണ് രാമൻ. അതുകൊണ്ട് മനസ്സിൻ്റെ ആ ഒരു ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നു. അതുതന്നെയാണ് രാമനാമ ജപസാധനയിലൂടെ ഓരോരുത്തർക്കും നേടാൻ കഴിയുന്നത് എന്ന് ആദികവിയിലൂടെ എഴുത്തച്ഛനും നമുക്ക് പറഞ്ഞു തരികയാണ്. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണനാത്മാരഘൂത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിലെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു. ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലെ. പങ്ക്തിരഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തി കണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായീശ്വരൻ. ആ ദശകന്ധരനെ, രാവണനെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമാണ് രാമൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. രാമവിഷയമീവണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും. രാമസീതാരഹസ്യം മുഹുരീദൃശം ആമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചൊരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം
പരമോപദേശം ചെയ്തു താപവും തീർന്നിതു പൗരജനങ്ങൾക്കു താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. അങ്ങനെ എല്ലാവരോടും രാമസീതാ തത്വം വാമദേവൻ വിവരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് രാമൻ്റെ യാത്ര ആരംഭിക്കുകയാണ്, കാട്ടിലേക്കുള്ള യാത്ര. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവു തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമിഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. കൈകേയിയോട് യാതൊരു മനോവ്യഥയും കാണിക്കാതെ രാമൻ പറയാണ്. അവിടുന്നാണ് ഇതിന് കാരണമെന്നുള്ള സൂചനകളൊന്നും കൊടുക്കാതെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ കൈകേയിയോട് പറയാണ്. ഞാനും ലക്ഷ്മണനും സീതാദേവിയും യാത്ര പുറപ്പെടുകയാണ്. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താനതു നേരം. ലക്ഷ്മീ ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളെങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ. കൊട്ടാരത്തിൽ മാത്രം കഴിഞ്ഞിട്ടുള്ള സീതാദേവി, എല്ലാവിധ സൗഭാഗ്യങ്ങൾക്കിടയിലും ജീവിച്ചു വന്ന സീതാദേവി, കാട്ടിലേക്ക് പോകാനുള്ള ഈ വസ്ത്രം എങ്ങനെയാണ് ഞാൻ ധരിക്കുക, മരവുരി ധരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാതെ നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥ കണ്ട് കൊട്ടാരത്തിലുള്ള മുഴുവൻ ജനങ്ങളും കണ്ണീർ വാർക്കുകയാണ്. ഇതിൽ നിന്നും നമ്മളൊന്ന് ഗ്രഹിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ എപ്പോഴും വേണമെങ്കിലും സമയം പ്രതികൂലമാവാം. സമയം അനുകൂലമായാൽ അതിനനുസരിച്ചും പ്രതികൂലമായാൽ അതിനനുസരിച്ചും ജീവിക്കാനുള്ള വിദ്യയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യ. അത് അധ്യാത്മജ്ഞാനത്തിലൂടെ മാത്രം ലഭിക്കുന്നൊരു വിദ്യയാണ്. സീതാദേവി ദുഃഖത്തോടെയല്ല മരവുരി സ്വീകരിക്കുന്നത്, സന്തോഷത്തോടെയാണ്. ദുഃഖത്തെയും സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയാണ് തപസ്സാധനയിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നത്. മംഗലദേവതാവല്ലഭൻ രാഘവനിംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളീടും. വസിഷ്ഠ മഹാമുനി കോപേന ഭത്സിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാനെന്തിതു തോന്നുവാൻ. ഒരു വേള വസിഷ്ഠന് പോലും തൻ്റെ ക്ഷമ നഷ്ടപ്പെട്ടു പോവാണ്. കൊട്ടാരത്തിൻ്റെ ആ ഒരു സൗമ്യാവസ്ഥയെ എങ്ങനെയാണ് കൈകേയി ഇല്ലാതാക്കി തീർത്തത്? ഇതിനൊക്കെ കാരണക്കാരി കൈകേയിയല്ലേ? എന്തിനിത് ചെയ്തു എന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും ആ മഹാമുനിയുടെ മനസ്സിൽ ചിന്തയുണ്ടാവുകയാണ്. ദുഷ്ടേ നിശാചരീ ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ. രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ. വരത്തെ വരിച്ചു നീ ജാനകീദേവിക്ക് വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം. ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാ ചരിച്ചിടുകെന്നേ വരൂ.
ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവമരുൾ ചെയ്തു, രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം. രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം. ഇനി സമയം കളയണ്ട, രാമൻ പുറപ്പെടട്ടെ, എത്രയും പെട്ടെന്ന് തേരുവരുത്താൻ നിർദ്ദേശം നൽകുകയാണ് ദശരഥ മഹാരാജാവ്. ഇക്തമുക്ത്വാ രാമവക്ത്രാംബുജം പാർത്തു പുത്ര ഹാ രാമ സൗമിത്രേ ജനഗജേ രാമ രാമ ത്രിലോകാഭിരാമംഗ ഹാ മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും. ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു, തേരിൽ കരേറുക സീതേ വിരവിൽ നീ, നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാവല്ലഭനാകിയ രാമനും. മാനസം ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ. ബാണചാപാസി തൂണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേർ നടത്തിയിടിനാൻ ഭൂപനും. നിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും. ഗച്ഛ ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു, നിശ്ചലമായിതു ലോകവും അന്നേരം. ആ കാഴ്ച കണ്ടു നിൽക്കാൻ അന്തഃപുരവാസികൾക്കാർക്കും സാധിച്ചില്ല. ലോകം മുഴുവൻ ഒരു ക്ഷണനേരം നിശ്ചലമായി പോയി എന്നാണ് കവി പറയുന്നത്. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ഠ തിഷ്ഠ പ്രഭൂ രാമദയാനിധേ, ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ. ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ. മന്നവൻ താനും ചിരം പ്രലപിച്ചത ചൊന്നാൻ പരിചാരകന്മാരുടാകുലൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴ്കെന്നതില്ലെന്നു നിർണയം. രാമനെ കാണാതെ ഇനി എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എന്നെ ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് കൗസല്യയുടെ അന്തഃപുരത്തിലേക്ക് കൊണ്ടു ചെന്നാക്കണം എന്ന് പറയാം. അങ്ങനെ രാമലക്ഷ്മണന്മാരും സീതയും തേരിലൂടെ യാത്ര തുടരുകയാണ്. അവരിനി എത്തിച്ചേരുന്നത് ഗുഹൻ്റെ പ്രദേശത്തേക്കാണ്. രാമാഗമന മഹോത്സവമെത്രയും ആമോദമുൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ. സ്വാമിയായിഷ്ടവയസ്യനായുള്ളോരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസ്സോടു ഭക്തിയൈവ സത്വരം പക്വഫലമധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു. രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തിയൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനുമൊരു ചെയ്തു. ശൃംഗിവേരാധിപനായ ഗുഹൻ തികഞ്ഞ ഭക്തനാണ്. മനസ്സിൽ ഒറ്റ ആഗ്രഹമേയുള്ളൂ, രാമനെ കാണണം, രാമനെ കാണണം. അങ്ങനെ പ്രാർത്ഥന സഫലമാവുകയാണ്. രാമൻ ഗുഹനെ തേടി വരികയാണ്. ഈശ്വരനെ നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ഉപാധിയുമില്ലാതെ ആരാധിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, സ്നേഹിച്ചാൽ ഈശ്വരൻ നിങ്ങളെ തേടി വരും. ഈശ്വരനെ തേടി ലോകം മുഴുവൻ ചുറ്റേണ്ടതില്ല എന്ന് കവി നമ്മോട് പറയാം. ധന്യനായേ നടിയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം
നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ. കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളീടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണമന്തർമുദാ പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ. കാലേ കനിവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. ഇതൊരു തപസ്സല്ലേ? കാട്ടിലൂടെയുള്ള യാത്ര ദീർഘമായൊരു തപസ്സാണ്. ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ച് ജനങ്ങളുടെ ഇടയിലുള്ള തിരക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആരുമായും സമ്പർക്കത്തിൽ പെടാതെയുള്ള ഒരു തപസ്. അതിലാണിപ്പോൾ രാമനുള്ളത്. അപ്പോൾ രാമന് തനിക്ക് ലഭിക്കുന്ന സത്കാരങ്ങളൊക്കെ സ്വീകരിക്കുക വയ്യ. അതുപേക്ഷിക്കാൻ മാത്രമേ രാമന് കഴിയൂ. കേൾക്ക നീ വാക്യം മതീയം മമ സഖേ, സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു മന്യേ വനവാസകാലം കഴിവോളം. നഗരത്തിൽ ഇനി താമസമില്ല, കാട്ടിൽ മാത്രമാണ് താമസം. ഭക്ഷണം മറ്റുള്ളവർ തരുന്നത് കഴിച്ചുകൂടാ. അതൊരു തപസ്സാണ്, വ്രതനിഷ്ഠയാണ്. അതിലൂടെയാണ് രാമൻ കടന്നു പോകുന്നത്. രാജ്യം മതൈതൽ ഭവാൻ മത്സഖിയല്ലോ, പൂജ്യനാം നീ പരിപാലിക്ക സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകയും വേണ്ട, കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘുത്തമൻ. ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായൊരു ജടാമകുടത്തൊടും സോദരൻ തന്നാൽ കുശലാദ്യങ്ങളാൽ സാദരമാസ്തൃതമായ തൽപസ്ഥലേ പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പു കൊണ്ടിടിനാൻ. പ്രാസാദമൂർധിനി പര്യങ്കേ യഥാപുരേ വാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ. ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ, പുഷ്കരനേത്രനെ കണ്ടിലയോ സഖേ. പർണതൽപേ ഭുവിദ്വാരുമൂലേ കിടന്നർണോജനേത്രനുറങ്ങുമാറായിതു. പർണതൽപേ ഭുവിദാരുമൂലേ കിടന്നർണോജനേത്രൻ ഉറങ്ങുമാറായിതു. എവിടെ കിടക്കേണ്ട മനുഷ്യനാണ്? കൊട്ടാരത്തിൻ്റെ സുഖ സംവിധാനങ്ങളോടൊപ്പം നിൽക്കേണ്ട ഈ മഹാരാജസമനായിരിക്കുന്ന രാമൻ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്നത് കണ്ട് സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് ഗുഹൻ പറയാം. പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നിഹ പല്ലവ പല്യങ്കസീംനി വനാന്തരേ. ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ധരാചിത്തമാസ്ഥായ കൈകേയി താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിത്തമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനൻ. ഭദ്രമതേ ശൃണു മധ്വജനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതു ദുർജഗത്രയേ, കസ്യ സുഖസ്യ വാ കോ ഹി ഹേതു സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ഗുഹന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം നമുക്കൊക്കെ ചേരുന്ന ഉപദേശമാണ്, വാക്യങ്ങളാണ്. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. പലരും പറയുന്നത് കേൾക്കാറുണ്ട്, എന്തേ എനിക്ക് ഈ അവസ്ഥ വന്നു ചേർന്നു? ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല,
ആരോടും നുണ പറഞ്ഞിട്ടില്ല, നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, മനസ്സുകൊണ്ടെങ്കിലും ആരെയും ഉപദ്രവിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എന്നിട്ടും എൻ്റെ അനുഭവം ഇങ്ങനെയാണല്ലോ, എന്തേ എനിക്ക് ഈ അവസ്ഥ വരാൻ? ഒരിക്കലെങ്കിലും ഇത് കേൾക്കുന്ന എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവാം ജീവിതത്തിൽ. പക്ഷേ എന്താണതിന് കാരണം? ഇപ്പോഴത്തെ ഒരു പ്രവൃത്തിയുമല്ല, പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധിവൃഥാ. തോന്നുന്നിതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. നമ്മൾ ചിലരെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അവർക്കൊക്കെ എന്തൊരു സുഖമാണ്, എനിക്ക് മാത്രമാണല്ലോ ദുഃഖം. അത് അജ്ഞാനം കൊണ്ടുള്ള ഒരു തോന്നൽ മാത്രമാണ്. എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു ദുഃഖം അവരിൽ ഉണ്ടായിരിക്കും. ചിലരിൽ അത് പ്രകടമായിരിക്കും, ചിലരിൽ അത് പ്രകടമായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദുഃഖത്തെക്കുറിച്ചോർത്താരും വിഷമിക്കേണ്ടതില്ല. ദുഃഖം ജീവിതത്തിൻ്റെ ഭാഗമാണ്. സുഖമെന്നതുപോലെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. ഭോഗത്തിനായിക്കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോത്തോളം വിഷാദപ്രഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭകർമ്മ ഫലോദയേ. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ചിലരെന്തൊക്കെ ഓട്ടാ ഓടുന്നത്, എന്തുമാത്രം ഓട്ടാ ഓടുന്നത്. മഹാതീർത്ഥസ്നാനങ്ങളിൽ, മഹാക്ഷേത്രങ്ങളിലൂടെ, ജ്യോതിഷികളിലൂടെ വലിയ ഓട്ടത്തിലാണ്. എന്താണ്? ദുഃഖനിവൃത്തിക്കായിട്ട്. മനുഷ്യജീവിതം തന്നെ ദുഃഖപൂർണ്ണമാണ്. ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ പോലും സുഖത്തിൻ്റേതായ സന്ദർഭം വളരെ പരിമിതമാണെന്ന് കാണാം. അതുകൊണ്ട് ശരീരത്തെക്കുറിച്ചോർത്ത്, ശരീരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചോർത്ത്, നമുക്ക് വന്നു ചേരുന്ന ചില ദുഃഖാവസ്ഥകളെക്കുറിച്ചോർത്ത് പരിതപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതിനെ നേരിടാനുള്ള കരുത്താണ് നമ്മൾ ആർജിക്കേണ്ടത്. ജപസാധനയിലൂടെ ആ കരുത്ത് നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ ഭാഗത്ത് പാരായണം ചെയ്യുമ്പോൾ ആ ഒരു ബോധം നിങ്ങൾ ഏവരും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല, ദുഃഖാനന്തരം സുഖം. ദിനരാത്രങ്ങൾ പോലെയാണിത്. രാത്രി കഴിഞ്ഞാൽ പകലുണ്ടാവും എന്നതുപോലെ, പകൽ കഴിഞ്ഞാൽ വീണ്ടും രാത്രി വരുമെന്നതുപോലെ ദുഃഖം കഴിഞ്ഞാൽ സുഖം വരും, സുഖം മാറി ദുഃഖവും വരും. ഇത് രണ്ടും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യസംസ്ഥമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായേവനുമുണ്ടു ജലപങ്കമോലേ സഖേ. ജലത്തിൽ ചളി എന്നതുപോലെ ഇത് നമ്മുടെ ജീവിതത്തിൽ ലീനമാണ്. സുഖദുഃഖങ്ങൾ രണ്ടും വിഭിന്നമായി ഒരിക്കലും നിൽക്കില്ല, ഒന്ന് മറ്റൊന്നിനോട് ചേർന്നേ നിൽക്കുകയുള്ളൂ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇനി പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരുവുന്നു ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ. ദുഃഖം വരുമ്പോൾ ആ ദുഃഖത്തിൽ അങ്ങ് വീണടിഞ്ഞു പോകരുത്. സുഖം വരുമ്പോൾ എനിക്ക് സുഖമാണെന്ന് അഹങ്കരിച്ചു പോകരുത്. ഇതിനെ രണ്ടിനെയും ഒരേ അവസ്ഥയിൽ കണ്ട് നിയന്ത്രിച്ചു പോകാൻ കഴിയുന്നവരാണ് ജ്ഞാനികളായിട്ടുള്ളവർ. അവരാണ് ഈ ജീവിതത്തെ ശരിക്കും അറിഞ്ഞ് ഉപാസിച്ച് മുന്നോട്ട് പോകുന്നത്. നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. സ്വാമിന്യം ദ്രോണികാ സമാരുഹ്യതാം സൗമിത്രിണാ ജനകാത്മജയാസമം. തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവവീര മമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കുകൾ കേട്ട നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും
കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും. ഭയങ്കര രസകരമായൊരു ഭാഗമാണ്. ഈ ലോകത്തെ കടക്കാൻ സഹായിക്കുന്ന കടത്തുകാരായിരിക്കുന്ന രാമനെ, ലോകത്തിൻ്റെ തന്നെ കടത്തുകാരനായിരിക്കുന്ന രാമനെ പുഴയിലൂടെ തോണി കടത്തുകയാണ് ഗുഹൻ. ജീവിതത്തിൻ്റെ ഒരു വ്യത്യസ്തമായൊരു അനുഭവമല്ലേ ഇത് എന്ന് നമുക്ക് കാണാം. അങ്ങനെ ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലാണ്. വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു സാദരം ഭുക്ത്വാ സുഖേന വസിച്ചിതു പാദപമൂലേ ദലാഢ്യതൽപസ്ഥലേ. മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവനർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തൻ ആശ്രമപദത്തിനടുത്താതരാൽ ചിത്തമോദത്തോടടുത്തിരുന്നോരു നേരത്തു തത്ര കാണായിതൊരുവടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥനന്ദനനുണ്ടു തൻ ഭാമിനിയോടും അനുജനോടും വന്നു പാർത്തിരിക്കുന്നിത് ഉടജാന്തികേ എന്ന വാർത്ത വൈകാതെയുണർത്തിക്ക എന്നപ്പോൾ താപസശ്രേഷ്ഠനോട ബ്രഹ്മചാരി ചെന്നാഭോഗ സന്തോഷമോടു ചൊല്ലിയിടിനാൻ. ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാശ്രിതവത്സല പാർത്തിരുന്നീടുന്നു. ശ്രുത്വാ ഭരദ്വാജനിത്ഥം സമുത്ഥായ ഹസ്തേ സമാദായ സാഖ്യപാദ്യാദിയും ഗത്വാ രഘൂത്തമസന്നിധൗ സത്വരം ഭക്തൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ധൗ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജപാദങ്ങളാശു വണങ്ങിനാൻ ഭാര്യാനുജാന്വിതം. ആശീർവചനപൂർവം മുനിപുങ്കവനാശയൻ ആനന്ദം ഇന്നരുളി ചെയ്തു. പാദരജസാ പവിത്രമാക്കിയിടു നീ വേദാത്മക മമ പർണശാലാമിമം. ഇത്തമുക്തോടജമാനീയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠൻ അരുൾ ചെയ്തു. നിന്നോടു സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തപസ്സാഫല്യമുക്കവേ. ജ്ഞാതം മയാ തവോദന്തം രഘുപതേ ഭൂതമാഗാമികം വാ കരുണാനിധേ. ജീവിതത്തിൽ വിജയം കാക്ഷിക്കുന്ന എല്ലാവരും സജ്ജന സംഘം എപ്പോഴും ശ്രദ്ധിക്കണം. സജ്ജനങ്ങളെ, സത്യവാദികളായ ജനങ്ങളെ, സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെ സ്വീകരിക്കുക വഴി, അവരുടെ സൗഹൃദം പങ്കിടുക വഴി നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും. അങ്ങനെ രാമനെ കാണണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി മാത്രമാണ് ഭരദ്വാജ മുനി ആശ്രമത്തിൽ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ രാമൻ മുനിയുടെ സമീപത്തേക്ക് എത്തിച്ചേരുകയാണ്. ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായിതു മായയാ ഭൂതലേ. ബ്രാഹ്മണ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടിനേനിന്നതിനെന്നടോ. ജ്ഞാനദൃഷ്ട്യാ തവ ധ്യാനൈകജാതയ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ. അങ്ങിങ്ങനെ ജനിക്കുമെന്നും അങ്ങ് എന്തിനാണ് ജനിച്ചതെന്നും അങ്ങ് ഈ വഴി വരുമെന്നും അങ്ങ് എപ്പോഴാണ് വരുന്നതെന്നും ഒക്കെ ജ്ഞാനദൃഷ്ടിയ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങയെ കാത്ത് ഞാനിവിടെ കഴിയുന്നത് എന്ന് മുനി പറയാണ്. എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം. ശ്രീപതി രാഘവൻ വന്നിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ. ഇത്തമന്യോന്യമാഭാഷണവും ചെയ്തു
തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി. അങ്ങനെ ആ ആശ്രമത്തിൽ രാമലക്ഷ്മണന്മാർ സീതയോടൊന്നിച്ച് കഴിയുകയാണ്. അത് കഴിഞ്ഞ് വാൽമീകിയുടെ ആശ്രമത്തിൽ പ്രവേശിക്കുകയാണ്. ഉത്ഥാനവും ചെയ്തുഷസി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്ദി നദിയേയുമുത്തീര്യ താപസാദിഷ്ടമാർഗേണ പോയി. ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവൽ തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം. നാനാമുനികുല സങ്കുലം കേവലം നാനാമൃഗദ്വിജാകീർണം മനോഹരം. ഉത്തമവൃക്ഷലതാപരിശോഭിതം നിത്യകുസുമഫലദല സംയുതം. തത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനൻ. എന്തൊരു മനോഹരമായ ഇടമാണ് വാൽമീകിയുടെ ആശ്രമം. മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും അഭയം നൽകിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട്. ആധുനിക കാലഘട്ടത്തിൽ പ്രകൃതി സംരക്ഷണത്തിനെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്നത് രാമായണ കാലത്ത് തന്നെ പ്രകൃതിയെ എത്രമാത്രം ആരാധിച്ചിരുന്നു, എത്രമാത്രം കാത്തു സൂക്ഷിച്ചിരുന്നു, എത്രമാത്രം അലങ്കരിച്ചിരുന്നു. നോക്കൂ, രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരമിന്ദീവരേക്ഷണമിന്ദ്രാദി വൃന്ദാരകൈരഭിവന്ദിതം ബാണതൂണീരധനുർധരം വിഷ്ടപത്രാണ നിപുണം ജടാമകുടോജ്വലം ജാനകീ ലക്ഷ്മണോപേദം രഘൂത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർന്നീടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്ര ശേഖരം. ഭക്തി പൂണ്ടർഘ്യപാദ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥനുസാദരം പക്വമധുരമധുഭൂ ഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുദാ. ഭുക്ത്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും. ഹേതു ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവതാമറിയാമല്ലോ യാതൊരേടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടിയും നരുൾ ചെയ്യണം. അവിടെയാണ് രസം. വാൽമീകിയോട് രാമൻ ചോദിക്കുകയാണ്, ഇനി എനിക്ക് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം എവിടെയാണ് ഈ കാനനത്തിൽ? ചിത്തേ പെരികയുണ്ടാശ മഹാമുനി ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണമരുൾ ചെയ്തു. രാമായണത്തിലെ പാരായണ സന്ദർഭത്തിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ ഭാഗങ്ങളിൽ ഒന്നാണിത്. എനിക്ക് താമസിക്കാൻ നല്ലൊരു ഇടം പറഞ്ഞു തരണം എന്ന് രാമൻ പറഞ്ഞപ്പോൾ ഭഗവാന് താമസിക്കാൻ പറ്റിയ ഇടങ്ങൾ ഏതൊക്കെയാണെന്ന് വാൽമീകി പറയാണ്. സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാലെന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരമാഖ്യാ വിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. ഈശ്വരൻ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തരികയാണ് രാമായണം. നമ്മൾ പലപ്പോഴും നമ്മുടെ അഹങ്കാരത്തിൻ്റെ പടവുകളിൽ കയറി നിന്ന് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, എവിടെയാണ് ഈശ്വരൻ? ഈ ചോദ്യം നിരവധി തവണ ഭാരതത്തിൽ മുഴങ്ങിക്കേട്ടിട്ടുള്ള ചോദ്യം തന്നെയാണ്. അതിനുള്ള ഉത്തരം രാമായണത്തിൽ തന്നെയുണ്ട്. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്ക് സുഖവാസമന്ദിരം. ഈശ്വരൻ ഇവിടെ ഉണ്ടാവുക.
മനസ്സിൽ യാതൊരു തിന്മയും കാത്തു സൂക്ഷിക്കാതെ നന്മ മാത്രം കാത്തു സൂക്ഷിക്കുന്ന, ഒരു ജന്തുവിനോട് പോലും ദ്വേഷഭാവമില്ലാത്ത, സന്തുഷ്ടിയുള്ള, സമദൃഷ്ടിയുള്ള, ശാന്തരായ ആളുകളിലാണ്, അവരുടെ ഹൃത്തടത്തിലാണ് ഈശ്വരനുള്ളത്. ഇതിൽ പരം എന്ത് നിർവചനമാണ് ആവശ്യം? നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാൻ ഇരുന്നിടുവാനുത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാതെ, എല്ലാ ആഗ്രഹങ്ങളും അസ്തമിച്ച്, ധർമാധർമ്മങ്ങളെപ്പോലും ത്യജിച്ചുകൊണ്ട് മനസ്സ് ഏകാന്തഭാവത്തിൽ വന്നു ചേരുമ്പോൾ അത്തരത്തിലുള്ള ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഈശ്വരൻ വസിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ടുന്നത്, നമ്മുടെ മനസ്സിലെ രാഗദോഷങ്ങളെ, മാലിന്യങ്ങളെ, മനോമാലിന്യങ്ങളെ നീക്കാതെ ഒരിക്കലും ഈശ്വരനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ കഴിയില്ല. മഹാക്ഷേത്രങ്ങളിൽ പോകുന്നതുകൊണ്ട്, പൂജകളും വലിയ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നതുകൊണ്ട്, ദാനധർമാദികൾ നടത്തുന്നതുകൊണ്ട്, ഇങ്ങനെയുള്ള ചൊട്ടുവിദ്യകളിലൂടെയൊന്നും ഈശ്വരനെ കണ്ടെത്താൻ കഴിയില്ല. ഈശ്വരനെ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. ആരോടും ഒരു വിധത്തിലുള്ള ദ്വേഷവുമില്ലാതെ ശാന്തഭാവത്തെ കൈക്കൊണ്ട് അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ മാത്രമാണ് ഈശ്വരൻ നമ്മിൽ വന്നു ചേരുന്നത്. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി, നിസ്പൃഹരായി, നിരീഹരായി, ത്വന്മന്ത്രജാപകരായുള്ള മാനുഷർ തൻ മനപ്പങ്കജം തേ സുഖമന്ദിരം. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി, ശാന്തരാഗദ്വേഷമാനസന്മാരുമായി, ലോഷ്ടാശ്മ കാഞ്ചനതുല്യമതികളം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു, നിങ്കലേ ദത്തമായോരു മനസ്സൊടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. മനസ്സ് പൂർണ്ണമായും ഈശ്വരന് സമർപ്പിച്ച്, എൻ്റെ മനസ്സ് തന്നെ ഈശ്വരനാണ് എന്ന ഭാവത്തോടുകൂടി പൂർണ്ണമായും ആത്മസമർപ്പണം നടത്തുന്ന ആളുകളുടെ ഹൃദയത്തിലാണ് ഈശ്വരൻ വസിക്കുന്നത്. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാപ്തിക്കനുപാപവുമില്ല. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷവുമില്ലൊട്ടും ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല. സർവം മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യമനസ്തവവാസായ മന്ദിരം. ഷഡ്ഭാവ ഭേദവികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കുലോ ദേഹത്തിനേയുള്ളൂ. ഈ ക്ഷീണവും താപവും എല്ലാ ഭാവവും ശരീരത്തിന് മാത്രമേ ഉള്ളൂ, മനസ്സിന് ഇതൊന്നും ഇല്ലല്ലോ. ക്ഷുത്രഭയസുഖദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കിലാത്മാവിനില്ലേതും. യുദ്ധമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം പരം ചിൽഘനം വേദസ്വരൂപമനന്തമേകം സദാം. വേദാന്തവേദ്യമാദ്യം ജഗൽ കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം. സർവഗുഹാശയസ്ഥം സമസ്താധാരം സർവഗതം പരമാത്മാനമലേപകം. വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാത്മജനാ കാണുന്നതും സദാ. തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ. സന്തതാഭ്യാസദൃഢീകൃതചേതസാം സന്തതം ത്വൽപാദ സേവാരതന്മനം. സന്തതം ത്വന്നാമ മന്ത്രജപശുചി സന്തോഷചേതസാം ഭക്തിദ്രവാത്മനാം. അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണി ദയാവാരിതേ. അങ്ങനെ എവിടെയാണ് ഭഗവാൻ ഉണ്ടാവുക, എവിടെയാണ് പാർക്കാൻ കഴിയുക എന്ന ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് ഒരു നല്ല മനുഷ്യനെ അവതരിപ്പിക്കുകയാണ് വാൽമീകി. നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഒരു ജീവിക്കും യാതൊരു വിധത്തിലുള്ള അഹിതവും പ്രവർത്തിക്കാതെ എല്ലാ ജീവജാലങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തിനെയും സ്നേഹിച്ചുകൊണ്ട്
ആർക്കും ഒരു വിധത്തിലുള്ള ദുഃഖവും ഏൽപ്പിക്കാതെ, ഈ പ്രപഞ്ചത്തിനൊരു പോറലും ഏൽപ്പിക്കാതെ, ഞാനിവിടെ ജീവിച്ചു എന്ന ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ പോകാൻ ആർക്കാണ് കഴിയുന്നത്? അത്തരത്തിലുള്ള ആളുകളുടെ ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശ്വരനെ ഉപാസിച്ച് നമുക്ക് കഴിയാം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പാരായണം ഇവിടെ അവസാനിപ്പിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.